ഹലോ, എന്നെ ഇങ്ങനെ കുറേ ആൾക്കാർ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് എടുക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ മക്കളെയൊക്കെ ഒന്ന് സ്കൂളിൽ വിട്ടതിന് ശേഷം ഞാൻ വരാം എടുക്കാൻ. എല്ലാം കുറേ പേര് പിന്നെ വാട്സപ്പിലൊക്കെ കമൻ്റൊക്കെ ഇത് മെസ്സേജൊക്കെ ഇട്ടിരിക്കുന്നത് എനിക്ക് സമയമില്ല. ഞാൻ വന്നതിന് ശേഷം എടുക്കാം കേട്ടോ. അപ്പം അവരൊക്കെ ചോദിക്കുന്നത് ഒറ്റ കാര്യമാണ്, നിങ്ങളിവിടെ ജീവനോടെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ്. അങ്ങനെ ഇപ്പൊ വെട്ടാനും കുത്താനും കൊല്ലാനും ഒക്കെ ഇത് വെള്ളരിക്കപ്പെട്ടണമൊന്നും അല്ല. പിന്നെ ആരും അവരുടെ നാട്ടിൽ ചെന്ന് അവർക്ക് ഗുണ്ടായുസം ഒന്നും കാണിക്കാൻ വേണ്ടിയിട്ടൊന്നും പറ്റില്ല. പിന്നെ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാഞ്ഞിട്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ ഒരു സ്ത്രീ എന്ന് പറയുന്നത് മാനിപ്പുലേഷൻ റാണിയാണ് എന്നുള്ളത് തന്നെയാണ് ഞാൻ എൻ്റെ വീഡിയോകൾ വഴി പബ്ലിക്കാക്കിയിരിക്കുന്നത്. അപ്പോൾ അവരാണ് പറഞ്ഞത് അവളുടെ ഇക്ക ഇക്ക ഏതോ ഒരു പെണ്ണിന്റെ ഇക്ക, ഏതോ ഒരു കൊച്ചിന്റെ വാപ്പ, അയാള് ഇവളെ എൻ്റെ അടുത്ത് കൊണ്ടുവരും, എനിക്കെന്തോ സമ്മാനം തരും. എൻ്റെ ഓണർ നിലവിൽ ഇതുവരെ എൻ്റെ ഓണറിൻ്റെ അടുത്ത് ആരും പോയിട്ടുമില്ല, വിളിച്ചിട്ടുമില്ല കേട്ടോ. അപ്പോൾ സമ്മാനം കൊണ്ടുവരും, നീ കാത്തിരുന്നോടി എന്നൊക്കെയാണ് പറഞ്ഞത്. എന്തായാലും ഞാൻ കാത്തിരുന്ന് മട്ടൻ കറിയൊക്കെ വെച്ചിട്ടേ മുരിങ്ങാക്കോലിട്ട മട്ടൻ കറി വെച്ച് ഞാൻ കാത്തിരുന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എല്ലാം വിഫലമായി പോയി. ഇനിയിപ്പോൾ അത് പുഴു എടുക്കുമോ എന്ന് എനിക്കറിയാൻ വയ്യ. അപ്പോൾ ആ മട്ടൻ കറിയൊക്കെ ഇനി ഒന്നേനെ ചൂടാക്കിയൊക്കെ വെക്കണം. അപ്പം എടാ ഞാനൊരു കാര്യം പറയട്ടാ. എടാ, നമ്മളെ വെല്ലുവിളിച്ച് നമ്മളെ കൊല്ലും കുത്തും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരാൾ വരുമ്പോൾ അവരൊരിക്കലും മക്കളെ കൊണ്ടുവന്ന് ഫ്രണ്ടിൽ നിർത്തൂല. അതുപോലെ സുഖമില്ലാത്ത ഒരു വയസ്സായ സ്ത്രീനെ കൊണ്ടുവരൂല. അവർ പ്രിക്കോഷൻ എടുത്തിട്ടാണ് അവർ വരുന്നത്. ഇത് മാത്രമല്ല, ഒരു പള്ളിയുടെ നടയിൽ നിന്നിട്ടാണ് അവർ പറയണം, വാടി ഇങ്ങോട്ട് വാടി കാണിച്ചു തരാം. പള്ളി നടയിലൊന്നും ചെന്ന് ആർക്കും ഗുണ്ടായുസം കാണിക്കാൻ പാടില്ല. ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് പരിശുദ്ധമായ ഒരു മണ്ണിലാണ് ഞാനൊക്കെ ജീവിക്കുന്നത്. അപ്പോൾ അവിടെ ജീവിച്ചുകൊണ്ട് ഇവളെ പോലെ താൻ തോന്നിയ പോലെ ഒന്നും ജീവിക്കുന്ന ആൾക്കാരല്ല ഞങ്ങൾ. എൻ്റെ ഭർത്താവിനൊരു മര്യാദയുണ്ട്, എനിക്കൊരു മര്യാദയുണ്ട്, ഞാൻ ഈ നാട്ടുകാർക്കൊരു മര്യാദ കൊടുക്കുന്നുണ്ട്, ഈ നാട്ടുകാർ എനിക്കൊരു മര്യാദ തരുന്നുണ്ട്. അപ്പം ഇതൊക്കെ കാറ്റി പറത്തിയിട്ട് എനിക്ക് ഓടിപ്പോയി പള്ളിയുടെ അങ്കണത്തിൽ ചെന്ന് വെല്ലുവിളിക്കാനോ കത്തിക്കുത്ത് നടത്താനോ ഒന്നും പറ്റില്ല. അല്ലേ എന്ന് ഞാൻ ചോദിക്കുന്നത് വെറുതെ ആണേ. അങ്ങനെ ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പം എൻ്റെ വീട്ടിൽ വരും, എനിക്ക് സമ്മാനം തരുമെന്ന് പറഞ്ഞവർ ഇതുവരെ എൻ്റെ വീട്ടിൽ വന്നിട്ടില്ല. ഞാനിവിടെ നന്നായിട്ട് സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. ഞാൻ ജീവനോടെ ഉണ്ടേ